الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا إلى جهنم يحشرون ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم أولئك هم الخاسرون. സ്നേഹവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി എല്ലാ സന്ദർഭങ്ങളിലും പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ആഖിറത്തിലെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക ജീവിതമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആഖിറത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഭൗതിക ജീവിതം നമ്മിൽ നിന്നും ഉണ്ടായാൽ അത് ഏത് കാലക്കാരാണെങ്കിലും ഏതു പ്രവാചകന്മാരുടെ സന്ദർഭങ്ങളിലാണെങ്കിലും അള്ളാഹു അവരെ എല്ലാവരെയും വ്യത്യസ്തങ്ങളായ കഠിന പരീക്ഷണങ്ങളിലൂടെ അവൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മറിച്ച് അള്ളാഹുവിലേക്ക് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് വിനയാന്വിതരായി നല്ല മുഅ്മിനും മുസ്ലിമുമായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മെ ഇഹത്തിലും പരത്തിലും കൈവിടില്ലെന്ന് മാത്രമല്ല, സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും സമാധാനവുമുള്ള ജീവിതം അവൻ നമുക്ക് രണ്ട് വീട്ടിൽ നൽകുകയും ചെയ്യും. അതിനുള്ള നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ്, വസിയത്തുകളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ളത് മുഴുവനും. ഒരുപാട് ഖിസസുകൾ, ചരിത്രങ്ങൾ ഖുർആനിൽ ഉള്ളതല്ല. നമ്മുടെ ജീവിതത്തെ ഈ നിലയിൽ നന്നാക്കി തീർക്കുന്നതിനുള്ള ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും മാത്രമാണ്. കഥ കേട്ട് രസിക്കാനോ അല്ലെങ്കിൽ കഥ കേട്ട് ആഹ്ലാദിക്കാനോ വേണ്ടിയല്ല ഖുർആനിലെ ഒരു കഥയും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ഖുർആനിനെ, അതിലുള്ള കഥകളെയെല്ലാം നാം ഗൗരവപൂർവം കാണുകയും അതിലെല്ലാമുള്ള പാഠങ്ങളെ നാം മനസ്സിലാക്കുകയും വേണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിലെ ജീവിതത്തിന് അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ ചില പരീക്ഷണങ്ങളും അവൻ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഗൗരവത്തിലേക്കാവാതിരിക്കാൻ നാം ശ്രമിക്കണം എന്ന് മാത്രം. ഇവിടെ എല്ലാ സൗകര്യങ്ങളും അവൻ നമുക്ക് നൽകിയത് നമുക്കറിയാം. നാം അത് ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ് അവൻ അനുവദിച്ചത് മാത്രം. അതിനപ്പുറത്തേക്ക് നാം വിട്ടുകടന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ അല്ലെങ്കിൽ 10 വർഷം കൊണ്ടൊക്കെ ശിക്ഷാ നടപടികൾ വന്നില്ലായിരിക്കാം. പക്ഷേ ഉടനെ അതിനൊരു നടപടി ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും. അള്ളാഹുവിൽ നിന്നുള്ള നടപടി ഉണ്ടായാൽ അതിനെ തടുക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് കുറേ നാളുകളായി നാം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫലസ്തീനിലെ ഗസയിലെ നിവാസികൾ 80 വർഷത്തോളമായി ഈ പരീക്ഷണങ്ങളിൽ അവർ ഒഴുകുകയാണ്. അതിൽ നിന്നെല്ലാം മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും നാം അള്ളാഹുവിലേക്ക് അടുക്കാതെ വേറെ ഒരു നിർവാഹവുമില്ല. 1930കളിൽ ഒലീവ് മരവും സെയ്ത്തൂൻ മരവും അതിൻ്റെയൊക്കെ ആസ്വാദനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇവിടെ സുഖിക്കാനും രമിക്കാനും ഉള്ളതാണെന്ന് അവരിൽ കുറേ ആളുകളെങ്കിലും ധരിച്ചുപോയി. പരിധി വിട്ടപ്പോൾ അള്ളാഹു അവരെ വേറെ ഒരു വിഭാഗം ആളുകളെ കൊണ്ട് പരീക്ഷിക്കുകയാണ്. ഇത് നമുക്കും പാഠമാവണം. നാമും പല നിലയിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിലും വാളുകൾ നമ്മുടെ തലയുടെ മുകളിലും ഉണ്ട് എന്ന വിവരം നമുക്കറിയാം. അപ്പോൾ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നത് ബുദ്ധിയുള്ള വിവേകമുള്ള ഓരോ മുസ്ലിമിനും അത്യാവശ്യവും നിർബന്ധവുമാണ്. അതുത്രക്കൂന ഫീമ ഹാഹുന ആമിനി. അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്. മുൻഗാമികളോട് ചോദിച്ചതാണെങ്കിലും നമുക്കും അത് ബാധകമാണ്. അതുകൊണ്ടാണ് നമുക്കും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അതിനെ ശേഷിപ്പിച്ചത്. അതുത്രക്കൂന, നിങ്ങളെ ഉപേക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഫീമ ഹാഹുന, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ സുഖത്തിലും ഈ സന്തോഷത്തിലുമെല്ലാം ആമിനിൻ, നിർഭയരായി. നിങ്ങളൊന്നും തിരിച്ച് അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ടതില്ല. ഇവിടെ സുഖിച്ച് രമിച്ച് ഫീ ജന്നാത്തിൻ വഉയൂൻ, തോട്ടങ്ങളിലും നദികളിലും അരുവികളിലുമൊക്കെ നിങ്ങൾക്ക് സുഖകരമായി ഇവിടെ താമസിച്ചങ്ങ് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബഥ എന്ന് വേറൊരു സ്ഥലത്ത് അവൻ ചോദിക്കുന്നു. നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഒരു ലക്ഷ്യം വെറുതെ ഒരു തമാശ അല്ലെങ്കിൽ ഒരു നേരം പോക്ക് ആണ്, അതിൻ്റെ പിന്നിൽ വേറൊരു ലക്ഷ്യവുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നോ എന്നും അള്ളാഹു ചോദിക്കുന്നു. അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ഒരു പരീക്ഷണവും ഫിത്നയും ഒന്നുമില്ലാതെ ഞങ്ങൾ ആമന്ന, ഞങ്ങൾ മുഅ്മിനുകളാണ്, മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു പരീക്ഷണവും പിടിപെടപ്പെടാതെ നിങ്ങളെ ഇവിടെ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ എന്നും അള്ളാഹു ചോദിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബുറൂജ് എന്ന ഒരു അധ്യായം കാണാം അവസാന ഭാഗങ്ങളിൽ. അതിൽ ചില ആയത്തുകളുണ്ട് മുൻഗാമികളായ വിശ്വാസിനികളെ പരീക്ഷിച്ചത്. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്
വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. കിടങ്ങിൻ്റെ ആളുകൾ അഥവാ അത് കിടങ്ങ് താഴ്ത്തി അതിലിട്ട് വിശ്വാസിനികളെ പീഡിപ്പിച്ചവർ, അവരെ കരിച്ചവർ, അവരെ കൊന്നുകളഞ്ഞവർ നശിക്കട്ടെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. സത്യവിശ്വാസികളെ തീയിലിട്ട് കരിക്കുമ്പോൾ അത് കണ്ട് രസിക്കുകയാണ് അവർ അതിൻ്റെ ചാരത്തിരുന്ന്. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. വിശ്വാസിനികളെ ഈ നിലയിൽ പീഡിപ്പിക്കുന്നത് കണ്ട് അവർ അതിന് സാക്ഷിയായി നിൽക്കുകയാണ്. വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അജയ്യനും പ്രതാപശാലിയുമായ അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു എന്നതല്ലാതെ വേറെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ മുഅ്മിനായതിൻ്റെ പേരിൽ, മുസ്ലിമായതിൻ്റെ പേരിൽ നമ്മുടെ മുൻപുള്ള ആളുകളെയും ക്രൂരമായ നിലയിൽ ശിക്ഷിക്കുകയും കരിക്കുകയും കൊന്നുകളയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ആദ്യകാല മുസ്ലിങ്ങളെയും അവർ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു എന്ന ഒറ്റ കാരണത്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ അനുഗ്രഹീത വചനത്തിലേക്ക് അവർ ക്ഷണിച്ച ഒറ്റ കാരണത്താൽ ശിഅബ് അബീ താലിബ് എന്ന മർവയുടെ ഭാഗത്ത് കാണുന്ന മലഞ്ചെരുവിൽ 3 വർഷത്തോളം അവരുമായി മക്കയിലെ ആളുകൾ ആരും സംസാരിക്കുകയോ അവരുമായി കച്ചവടം നടത്തുകയോ അവർക്ക് അന്നം നൽകുകയോ അവർക്ക് വെള്ളം നൽകുകയോ ചെയ്യാതെ കഠിനമായ ദാഹവും വിശപ്പും ഒക്കെ സഹിച്ചുകൊണ്ട് സ്വഹാബികൾ പറയുന്നു, ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയാണ് ഞങ്ങൾ ഇലകൾ പറിച്ച് തിന്ന് ഞങ്ങൾ വിശപ്പ് മാറ്റിയതിൻ്റെ പേരിൽ ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത്. കഠിനമായ പീഡനങ്ങൾ, യാതനകൾ ഈ സമുദായത്തിലെ പ്രവാചകനും കൂടെയുണ്ടായിരുന്ന ആദ്യകാല മുസ്ലിങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ ഖുറൈശികളോട് വച്ച ഡിമാൻഡ് ഈ പീഡനത്തിന് ഇതായിരുന്നു: ഒന്നിരിക്കൽ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾക്ക് കൊന്നുകളയാൻ വേണ്ടി വിട്ടുതരിക, ഇല്ലെങ്കിൽ ഇതേപോലെ ഗസയിലെ മുസ്ലിങ്ങൾ, ഫലസ്തീനിലുള്ള മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ പട്ടിണി കിടന്ന് വിശന്ന് ദാഹിച്ച് ഒന്നിരിക്കൽ അവനെ മരിക്കാൻ വിടുക. ഈ 2 ഡിമാൻഡാണ് അവർക്കുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിച്ച് ഈ സമുദായത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കലിമത്തു തൗഹീദിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പീഡനങ്ങളും യാതനകളും വിഷമങ്ങളും പട്ടിണിയും ദാഹവും സഹിച്ച് ആ മലഞ്ചെരുവിൽ നീണ്ട 3 വർഷം താമസിച്ചു. അതിനുശേഷമാണ് സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത്. ഫറോവനും അവൻ്റെ സൈന്യവും കലീമുല്ലാഹി മൂസാ നബിയെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ച മുസ്ലിങ്ങളെയും, അന്ന് ബനു ഇസ്രായേലികൾ, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി 40 വർഷങ്ങൾക്ക് ശേഷമാണ് അന്ന് ലഭിച്ചതുപോലെ ഇതും വൈകിയാണ് ലഭിച്ചത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കില്ല. പ്രാർത്ഥന നാം നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കുക. അമേരിക്കയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ ഇന്നുള്ളത്. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ചില ബഹിഷ്കരണങ്ങളും നാം ഒന്ന് നല്ല നിലയിൽ ക്രൈസ്തവ രാജ്യങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ മിക്കതും ഇപ്പോൾ സ്വീകരിച്ച ഒരു നിലപാട് ഇവിടെയുള്ള മുസ്ലിങ്ങളായ നാമും ഇവിടെയുള്ള മറ്റു നല്ല മനുഷ്യരും ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ രാജ്യം കൂപ്പുകുത്തുക തന്നെ ചെയ്യും.
അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളായ കുറേ രാജ്യങ്ങളുണ്ട്, 50ഓളം എന്ന് പറയപ്പെടുന്നു. അവരും ഒന്ന് തീരുമാനിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന, റബ്ബന തുമിസ് അലാ അംവാലിഹിം വശ്ദുദ് അലാ ഖുലൂബിഹിം. അല്ലാഹുവേ, അവരെ നീ കഠിനമായി പിടിക്കണം, അവരുടെ സമ്പത്ത് നീ തകർത്ത് കളയണം. നാം ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു ബ്രഷുകളുണ്ടല്ലോ, പേസ്റ്റുകൾ, കുട്ടികൾക്ക് നാം വാങ്ങിക്കൊടുക്കുന്ന മാരക വിഷം ഒളിഞ്ഞിരിക്കുന്ന പാക്കറ്റുകളുണ്ടല്ലോ, ലേസുകളടക്കം, അതൊക്കെ നാം ഒന്ന് എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, നമ്മുടെ ഈ മഹത്തായ രാജ്യത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നാം വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറായാൽ, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാമാണ്. പ്രാർത്ഥനകളും ഈ നിലയിലുള്ള നിലപാടുകളിലുള്ള മാറ്റവും നമ്മുടെ ജീവിതത്തെ സ്വയം ഒന്ന് പരിവർത്തിപ്പിക്കാനുള്ള തീരുമാനവും പരിവർത്തനവും. അങ്ങനെ ഒന്നുണ്ടായാൽ ഈ ചെന്നായ്ക്കളെ പിടിച്ചു കെട്ടാൻ തീർച്ചയായും കഴിയും. പക്ഷേ അതിന് ഞാനോ നിങ്ങളോ ശ്രമിക്കുന്നില്ല. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ തന്നെ കുന്നോളം കൂട്ടിയിട്ടിരിക്കുകയാണ് മാലകളും ഈ തെമ്മാടി രാജ്യങ്ങൾക്ക് സമ്പത്ത് നൽകുന്നവരുടെ ഉൽപ്പന്നങ്ങളും. എന്നിട്ട് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ ഗസ്സക്കാരെ സഹായിക്കണം. ഒന്ന്, നാം ചൊവ്വല്ല. രണ്ട്, നാം തിന്നുന്നതും ശരിയല്ല. നമുക്ക് ഇസ്ലാമികമായി നമുക്ക് പേരുകളുണ്ട് എന്നല്ലാതെ ഇസ്ലാമുമായി നമുക്ക് വേറെ ഒരു ബന്ധവുമില്ല. നമ്മുടെ വിവാഹങ്ങൾ, നമ്മുടെ കല്യാണങ്ങൾ, നമ്മുടെ ഭവന നിർമ്മാണങ്ങൾ, നമ്മുടെ ബിസിനസ്, മറ്റ് കാര്യങ്ങൾ, നാം സമ്പാദിക്കുന്ന രീതികൾ, ഇതൊന്നും ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിൻ്റെ അന്ത്യമാകുമ്പോഴേക്കും കുറേ ആളുകളുണ്ടാകും. അവരുടെ ദീനെന്ന് പറഞ്ഞാൽ ദീനാറും ദിർഹമുമായിരിക്കും. അഥവാ സ്വർണവും വെള്ളിയും പൈസയും നോട്ടും ഒക്കെ ആയിരിക്കും. അവർക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ദീനിനോട് അല്പം പോലും അവർക്ക് താല്പര്യമില്ല. കുത്തഴിഞ്ഞ ജീവിതമായിരിക്കും നമ്മുടെ മക്കളുടെയും നമ്മുടെയും എല്ലാ മേഖലകളിലും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഏത് സമയത്താണ്, എപ്പോഴാണ് ഇനി നമ്മുടെയൊക്കെ വീടുകൾ ഇടിച്ചു നിരത്തുന്ന, മസ്ജിദുകൾ തകർത്ത് കളയുന്ന, മദ്രസകൾ നശിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആനിനെ കത്തിച്ചു കളയുന്ന, അല്ലെങ്കിൽ അതിനെ നിരോധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയില്ല. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ കണ്ടിട്ടൊന്നുമല്ല നമ്മുടെ ആരാധനകൾ, നമ്മുടെ നിസ്കാരവും ഒന്നും അള്ളാഹുവിന് വേണ്ട. പ്രത്യേകിച്ചൊരു വലിപ്പവും ഒന്നും അള്ളാഹുവിന് അതുകൊണ്ട് ഒരു മഹത്വമൊന്നും കിട്ടാനില്ല. ഇവിടെയുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടി, അല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യന്മാരും തിന്മ ചെയ്യാൻ മാത്രം തീരുമാനിച്ചു. അള്ളാഹ്ക്കൊന്നും കുറയാനില്ല. ഒരുമിച്ച് കൂടി എല്ലാവരും അള്ളാഹുവിന് ദിക്റിലും ഇബാദത്തിലുമായി കഴിഞ്ഞുകൂടാൻ ശ്രമിച്ചു. അള്ളാഹ്ക്കൊന്നും പ്രത്യേകിച്ചൊന്നും മാത്രം വർദ്ധിക്കാനുമില്ല. ഇതെല്ലാം നമുക്ക് മാത്രമാണ്. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് നമുക്കാണ്. അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി കേട് കാണിക്കുമ്പോൾ വർഷങ്ങളോളം കഴിയുമ്പോഴായിരിക്കും അള്ളാഹുവിൽ നിന്നുള്ള കഠിനമായ ഊച്ചുവിലങ്ങ് നമുക്ക് വരിക. അപ്പോൾ നാം പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല. കാരണം നാം ഉടുത്തതും നാം തിന്നതും നാം കുടിച്ചതും നാം നോക്കിയതും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം ഹറാമിലായിരിക്കും. നബി പറഞ്ഞതുപോലെ അന്നാ യുസ്തജാബ്, എങ്ങനെ നമുക്ക് മറുപടി കിട്ടാനാണ്? മറുപടി കിട്ടുകയുമില്ല. അയഹ്സബുൽ ഇൻസാനു യുതറക സുദാ, മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെയാണ്, നേരം പോക്കിനാണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? അവരെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായ ലക്ഷ്യം ഉണ്ട് എന്ന് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല? വിശുദ്ധ ഖുർആൻ അവർക്ക് നൽകി, അതിനു മുമ്പുള്ള ഏടുകൾ നൽകി, ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു.
അതിനുശേഷം ഒരുപാട് പ്രബോധകന്മാർ അവരിലേക്ക് വന്നു. ഒരു ജനതയും അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറല്ല. റസൂലിൻ്റെ കൂടെ ജീവിച്ച കുറേ പുണ്യാത്മാക്കൾ, അതിനുശേഷം വന്ന കുറേ നല്ല മനുഷ്യർ, താബിഉകളെന്നും തബഉ താബികളെന്നും പറയപ്പെടുന്ന, അതിനുശേഷം വരുന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും ദുനിയാവിൻ്റെ മക്കളും ദുനിയാവിനെ സ്നേഹിക്കുന്നവരും ആഡംബര പ്രിയരും ഉത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവരുമായി. അള്ളാഹുവിൻ്റെ അടുക്കൽ നാം ഈ കണക്കാക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ, അതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദിവസം നാം എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷത്തിന് തുല്യമാണ് ഒരു ദിവസമെന്ന് നാം ഓർക്കണം. മഹ്ശറയിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമ്പോഴും ഇപ്പോഴും ഒക്കെ എല്ലാം അങ്ങനെയാണ്. സൂര്യൻ്റെ 24 മണിക്കൂർ വരവും പോക്കും എല്ലാം ഈ ഭൂമിയിലെ നമ്മുടെ തൽക്കാല ജീവിതത്തിലാണുള്ളത്. നാളെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നാം ചെല്ലുമ്പോൾ ഇതേപോലെയുള്ള സൂര്യൻ രാവും പകലും 24 മണിക്കൂറും ഇങ്ങനെ വന്നു പോകുന്ന ഒരു സിസ്റ്റം ഇല്ല. അത് വേറൊരു ലോകമാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ഈ അനുഗ്രഹങ്ങളെ, നമുക്ക് നൽകിയ ആരോഗ്യത്തെ, കുടുംബത്തെ, സമ്പത്തിനെ, കച്ചവടത്തെ ഒക്കെ നാം മനസ്സിലാക്കി നന്ദി തിരിച്ച് അള്ളാഹുവിന് അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കൈനീട്ടൽ അള്ളാഹു സ്വീകരിക്കും, ഉറപ്പാണ്. പട്ടിണിക്കിട്ട് അവരെയും നമ്മെയും കൊല്ലാനോ, നമ്മുടെ വീടുകൾ തകർക്കാനോ, നമ്മുടെ സ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യാനോ, ഏതെങ്കിലും ക്രൂര നിയമങ്ങൾ ആവിഷ്കരിച്ച് നമ്മെ അരികുവൽക്കരിക്കാനോ സമ്മതിക്കില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഓരോ നിയമങ്ങൾ കൊണ്ടുവന്ന് അരികുവൽക്കരിച്ചു കൊണ്ടിരിക്കുക പല മേഖലകളിലായി. കുറേശ്ശെ നാം തിങ്ങിത്താമസിക്കുന്ന ഭാഗങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം ഒന്നാക്കി അതിനെ വലിയ ഒരു മെമ്പറിൻ്റെ സ്ഥാനത്താക്കി മറ്റുള്ളവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കുറഞ്ഞ ആളുകൾക്ക് മെമ്പർ എണ്ണം കൂട്ടി സിസ്റ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. നാം വിചാരിക്കും അതിനെന്താ പ്രശ്നമെന്ന്. ഇതെല്ലാം ചില ലക്ഷ്യങ്ങളുടെ ആദ്യ പടിയും രണ്ടാം പടിയുമൊക്കെയാണ് സഹോദരങ്ങൾ. നാം ഗൗരവപൂർവം നമ്മുടെ ജീവിതത്തെ മാറ്റാൻ റെഡിയല്ലെങ്കിൽ നാം ഓർക്കണം, നബിമാരുടെ മക്കളാവർ. നമ്മെപ്പോലെ ഈ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഏതെങ്കിലും കുറേ ആളുകളുടെ മക്കളല്ല അവർ. എല്ലാം നബിമാരുടെ മക്കളാണ്. ബനു ഇസ്രായേലുകളെല്ലാവരും നബിമാരുടെ മക്കളാണ്, ഉന്നതന്മാരാണ്. ആദ്യത്തെ ഖിബലയുടെ പരിചാരകരും അതിൻ്റെ ഭാഗത്ത് താമസിക്കുന്നവരുമാണ്. എന്നിട്ടും അള്ളാഹുവിൽ നിന്നുള്ള സഹായം വരാൻ എത്ര നാളുകളായി? 80 വർഷമായി അവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്തുന്നില്ല, എത്തും, പക്ഷേ അതിന് താമസം പിടിച്ചേക്കാം. കാരണം വേറൊന്നുമല്ല, അവരുടെയും നമ്മുടെയും ഒക്കെ വിശുദ്ധ ഖുർആനിനോടും അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുമുള്ള സമീപനം ഒന്നു മാത്രമാണ്. എന്നിട്ടും അള്ളാഹു നമ്മെ ഇത്രയെല്ലാം അനുഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും റബ്ബിന് സ്തുതികൾ മാത്രം നമുക്ക് അർപ്പിക്കാൻ പറ്റുന്നത്. നാം പള്ളിയിൽ വരുമ്പോൾ നല്ല മനുഷ്യരാണ്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വേറൊരു മനുഷ്യരും വേറെ ഒരു ലോകത്തുമാണ്. നമ്മുടെ കൂട്ടുകാരെല്ലാം വേറെ രീതിയിൽ സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ്. നാമും അങ്ങനെ ചാഞ്ഞു പോകുന്നു. ഒരാൾ ആരിലേക്ക് ചാരുകയും ആരുമായി സഹവസിക്കുകയും ചെയ്യുന്നോ അവൻ അങ്ങനെയായി തീരും. മോശം കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടിയാൽ നാമും ആ നിലയിലാവും. പഴയ ആളുകൾ പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ അതിൻ്റെ ഒരു വാസനയുണ്ടാകും. അള്ളാന്റെ റസൂലും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ ആരാണോ, ഏത് രീതിയിലുള്ളവനാണോ അങ്ങനെയായിരിക്കും. ഇതിൽ നിന്നെല്ലാം ഒരു വിമോചനം നമുക്ക് വേണം. ഇല്ലെങ്കിൽ നാം കൈക്കടിക്കേണ്ടി വരും, ഇവിടെയും നാളെ അവിടെയും. യൗമ യഉല്ലു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീല. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ
കൈ കടിച്ചുകൊണ്ട് അക്രമി പറയും, രണ്ട് കൈയും അവൻ കടിക്കും. അവൻ പറയും, യാ ലൈതനി തഖൽതു മഅ റസൂലി സബീല, റസൂലിനോടൊപ്പം ഞാൻ ഒരു നേരായ വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ഗതികേടിലാകുമായിരുന്നില്ല. ഇവിടെ പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദനം സഹിച്ചു, കൊല്ലപ്പെട്ടു. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴും ഇതേ അവസ്ഥയായിരിക്കും. തുടർന്നവൻ പറയും, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, നാം ഇന്നിന്ന മോശക്കാരായ ആളുകളെ, സ്ത്രീകൾക്ക് സ്ത്രീകളാകട്ടെ പുരുഷന്മാർക്ക് പുരുഷന്മാരാകട്ടെ, അവരെയൊന്നും ഞാൻ സ്നേഹിതന്മാരായി സ്നേഹിതകളായി സ്വീകരിക്കാതിരുന്നെങ്കിൽ ഈ ഗതികേട് എനിക്ക് വരുമായിരുന്നില്ലല്ലോ എന്നോർത്ത് ഖേദിക്കുന്ന ഒരു ദിവസം വരുന്നു. ലഖദ് അളല്ലനി അനിദ്ദിക്രി ബഅദ ഇദ് ജാഅനി, ഖുർആനും സുന്നത്തുമൊക്കെ എനിക്ക് വന്നതിന് ശേഷം പിന്നെയും എന്നെ, അവരുടെ ഉപദേശങ്ങളും അവരുടെ ജീവിത രീതിയും എന്നെ ഇസ്ലാമിൽ നിന്നും വഴിതെറ്റിച്ചല്ലോ എന്നോർത്ത് വിലപിക്കുന്ന ഒരു ദിവസം നാളെ വരും എന്ന് അള്ളാഹു നമ്മെ ഇന്നേ അറിയിക്കുക. ഇതേപോലെയുള്ള നിരവധി ആയാത്തുകളും ഉത്ബോധനങ്ങളും നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമ്മുടെ ഈ മഹത്തായ രാജ്യത്ത് നമുക്ക് സമാധാനത്തോടെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കാനുള്ള അവസരങ്ങൾ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങൾക്കും ഈ അനീതിക്കും ഒക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കണം. പരിശ്രമിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നാമും നമ്മുടെ അടുത്ത തലമുറയുമെല്ലാം ഈ രീതിയിൽ മേൽപ്പറഞ്ഞ നിലയിൽ അസ്ഹാബുൽ ഉഖ്ദൂദ് കിടങ്ങുകൾ കുഴിച്ച് അവരെ അതിലിട്ട് കത്തിച്ചതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടുകളിൽ നിന്നും മാറ്റിയിറക്കി പ്രത്യേകതര ഉപകരണങ്ങൾ കൊണ്ടുവന്ന് എല്ലാം ഇടിച്ച് നിരപ്പാക്കി, നിങ്ങളൊക്കെ എവിടെയോ പോകേണ്ടവരും അല്ലെങ്കിൽ ഞങ്ങളുടെ അടിമകളായി കഴിയേണ്ടവരാണ് എന്ന് തിട്ടൂരമിറക്കി കണ്ട കാഫറിൻ്റെ മുമ്പിൽ ചെന്ന് യാചിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. ഇപ്പോൾ ചെറിയ വ്യത്യാസം ആ ഒരു വിഭാഗത്തിന് പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ട് എങ്കിലും എല്ലാവരുടെയും ഉള്ളിലെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് തിരിയാതെ ഒരു നിർവാഹവും വേറെ ഒരു മരുന്നും ഒരു ഗുളികയും ഇതിലില്ല. ദുനിയാപ്രേമം നാം ഉപേക്ഷിക്കുക, ആഖിറത്തിനോടുള്ള സ്നേഹം നാം ഉണ്ടാക്കി തീർക്കുക. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. എത്ര ഉപദേശം കിട്ടിയാലും വന്നാലും നിങ്ങൾ ആജില, ദുനിയാവിനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്, ആഖിറത്തിനെ നിങ്ങൾ വിട്ടുകളയുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ വ്യവഹാര മേഖലകളിലും നാം ധൂർത്തന്മാരായി മാറുന്നത്. നാം ഹലാല് ഹറാമ് ഏതെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നത്, എങ്ങനെയെങ്കിലും കുറെ സമ്പത്തുണ്ടാക്കി ഇവിടെ അടിച്ചു പൊളിക്കാമെന്ന് നമുക്കൊക്കെ തോന്നുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ നാടുകളിലും ഒക്കെ ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ വിവാഹങ്ങൾ, കുത്തഴിഞ്ഞ അനാചാരങ്ങൾ. എവിടെയെങ്കിലും ഒരുത്തൻ എന്തെങ്കിലുമൊക്കെ കാട്ടും, അതിൻ്റെ പിന്നിൽ നാം അത് ഏറ്റുപിടിക്കും. വടക്കൊരുത്തൻ എന്തെങ്കിലും ചെയ്യും, തെക്കുള്ളവൻ അത് നോക്കി അവനും അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കും. ഇസ്ലാം പഠിപ്പിച്ച വിവാഹവും ഇസ്ലാം പഠിപ്പിച്ച കുടുംബവും ഇസ്ലാം പഠിപ്പിച്ച വീടും ഇസ്ലാം പഠിപ്പിച്ച വ്യവസായവും എല്ലാം മനുഷ്യൻ്റെ വിജയത്തിന് മാത്രമുള്ളതും ലളിതവുമാണ്. തൻ്റെ സഹചാരി വിവാഹം കഴിച്ചിട്ട് പ്രവാചകൻ അറിയാത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. എന്താണ് നിന്റെ ഡ്രസ്സിൽ കാണുന്ന മഞ്ഞ നിറം? അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ ഇന്നലെ വിവാഹം കഴിച്ചു. നമ്മളാണെങ്കിലോ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ ഒരു പരിസരത്തുള്ള മുഴുവൻ ആളുകളെയും ഓരോരുത്തരുടെ കാശിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, പൈസ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് വിഷയമല്ല,
തലേന്നും അതിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നും ആഴ്ചകളോളം ഇതിനു വേണ്ടി ദുർവ്യയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മെ പിടിക്കാതിരിക്കില്ല. ഇസ്രാഫ് അള്ളാഹു കണിശമായി നിരോധിച്ചതും പിശാചിൻ്റെ ചങ്ങാതികളെന്ന് പരിചയപ്പെടുത്തിയതുമാണ്. മഹല്ലുകളെല്ലാം ഇതിനൊരു കൂട്ടായ തീരുമാനമെടുത്തേ പറ്റൂ എന്നാണ് എൻ്റെ വീക്ഷണം. കൃത്യമായ ഒരു നിലപാട് എടുത്ത് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകണം. ഇല്ലെങ്കിൽ മഹല്ല് ഭാരവാഹികളും ഇതിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അങ്ങനൊരു നിക്കാഹിന് പങ്കെടുക്കില്ലെന്ന് പറയണം. ഒരു ദിവസത്തിൽ കൂടുതൽ വേണ്ട, അതും തന്നെ വളരെ മാന്യമായും ലളിതമായ നിലയിലും മതി, ഇസ്ലാം പഠിപ്പിച്ച നിലയിൽ. ആ സഹാബിയോട് നബി പറഞ്ഞു, ഔലിം വലൗബിഷ, ഹബീബെ ഒരാടെങ്കിലും അറുത്തൊന്ന് സൽക്കരിച്ചുകൂടെ. അവർ അത്ര ലളിതമായ അവർ കണ്ടിരുന്നത്. ഒരാടെങ്കിലും അറുത്ത്. നമ്മളോ എത്ര ആടിനെ അറുക്കുന്നു, എത്ര കോഴിയെ അറുക്കുന്നു, എത്ര പോത്തിനെ അറുക്കുന്നു, എത്ര ദിവസമാണ്. ആവശ്യം ഇല്ലാത്ത നിലയിൽ നാം തോന്യാസങ്ങൾ ചെയ്ത് ദീനിനെ നശിപ്പിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഈ മേഖലകളിൽ എന്നല്ല, നമ്മുടെ ഒരു മേഖലകളിലും നമുക്ക് ലഭിക്കുക ഇല്ല തന്നെ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് കൈകടിക്കുമ്പോൾ അള്ളാഹു നമ്മോട് പറയും, കുഫറിനെയല്ലേ നീ തിരഞ്ഞെടുത്തത്, കുഫറിനെയല്ലേ നീ ഇഷ്ടപ്പെട്ടത്. ഞാൻ എൻ്റെ പ്രവാചകന്മാരിലൂടെ നിനക്ക് നൽകിയ ഉപദേശങ്ങളൊന്നും നീ അംഗീകരിച്ചില്ല. വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറൂൻ, സത്യനിഷേധികളെ അള്ളാഹു ജഹന്നമിലേക്ക് സംഘം സംഘമായി തെളിച്ചു കൊണ്ടുവരും. ലിയമീസല്ലാഹുൽ ഖബീഥ മിനത് ത്വയ്യിബി വയജഅലൽ ഖബീഥ ബഅദഹു അലാ ബഅദിൻ ഫയർകുമഹു ജമീഅൻ ഫയജഅലഹു ഫി ജഹന്നം. നല്ലതിനെയും ചീത്തയെയും അഥവാ മാന്യമായ നിലയിൽ ഇസ്ലാമിൻ്റെ അഹ്കാമുകൾ അനുസരിച്ച് ജീവിച്ച കുറച്ച് ആളുകളുണ്ട്. അവരെ മോശമായ നിലയിൽ ജീവിച്ച ജഹന്നമിൻ്റെ ആളുകളിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല മോശമായി ജീവിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ പേരെടുത്ത് പറഞ്ഞത് കാഫിർ എന്ന. വല്ലദീന കഫറു ഇലാ ജഹന്നമ യുഹ്ശറു. ഇങ്ങനെയുള്ളവരെ ജഹന്നമിലേക്ക് അല്ലാഹു ഒരുമിച്ച് കൂട്ടും. അവരൊരു കാരണവശാലും സ്വർഗത്തിൽ പോകാൻ പാടില്ല. ഒരുമിച്ച് കൂട്ടി അവരെ ഒന്നടങ്കം ജഹന്നമിലേക്ക് തള്ളും. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ നഷ്ടപ്പെട്ടവരും പരാജയപ്പെട്ടവരുമാണ് എന്ന് അല്ലാഹു അറിയിക്കുന്നു. സഹോദരങ്ങളെ, നാം ഓരോ വെള്ളിയാഴ്ച ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും കേട്ടതുകൊണ്ടും ഒരു ശ്വാസം വലിച്ചു വിട്ടതുകൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാവുകയില്ല. പരിവർത്തനത്തിന് നാം എല്ലാവരും തയ്യാറാവണം. നമ്മുടെ മഹല്ലുകൾ റെഡിയാവണം, നമ്മുടെ പ്രബോധകന്മാർ അതിന് റെഡിയാവണം. നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അതിനൊരു തുടക്കം കുറിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും നല്ലൊരു മാറ്റത്തിന് അള്ളാഹു അവസരം ഈ ഗസയിലെയും ഫലസ്തീനിലെയും ഇപ്പം നമ്മുടെ നാടുകളിലുമൊക്കെ നടക്കുന്നത് കണ്ടൊരു മാറ്റത്തിന് ഒരവസരമാക്കി ഒന്ന് മാറാൻ, എല്ലാ മേഖലകളിലും ഒരു പുനർവിചിന്തനത്തിന് അള്ളാഹു അവർക്കും നമുക്കും ഒക്കെ തൗഫീക്ക് നൽകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جاء آل فرعون النذر كذبوا بآياتنا كلها فأخذناهم أخذ عزيز مقتدر. أكفاركم خير من أولئكم أم لكم براءة في الزبر أم يقولون نحن جميع منتصر سيهزم الجمع ويولون الدبر. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ,
സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ മാക്സിമം കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽ-ഖമർ അധ്യായത്തിലെ അം യഖൂലൂന നഹ്നു ജമീഉൻ മുൻതസിർ സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ശിഷ്യനാണ്. ഈ ആയത്ത് തന്നെ അത്ഭുതപ്പെടുത്തി. ആയത്തിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയായും സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബർ. എത്ര വലിയ സൈന്യമാണെങ്കിലും അവരെ ആട്ടിയോടിക്കപ്പെടുക തന്നെ ചെയ്യും. അം യഖൂലൂന നഹ്നു ജമീഉൻ മുൻതസിർ. ഞങ്ങൾ പ്രബലരാണ്, വലിയ സംഘമാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ വീമ്പിളക്കുന്ന ധിക്കാരികളായ ആളുകളുണ്ട്, അന്നും ഉണ്ടായിരുന്നു. അവർ അന്നത് പറഞ്ഞിരുന്നു. അം യഖൂലു നഹ്നു ജമീഉൻ മുൻതസിർ. ഞങ്ങൾ പ്രബലന്മാരായ ആളുകളാണ്, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ഉണ്ട്, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ആകാശവും കടലും കരയും ഒക്കെ കീഴ്പ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്ന് വീമ്പിളക്കിയവരെ പറ്റി അള്ളാഹു അന്ന് പറഞ്ഞു, സയുഹ്സമുൽ ജംഉ. എത്ര വലിയ സൈന്യം കടലിലും കരയിലും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാത്തിനെയും ആട്ടിയോടിക്കപ്പെടും. വയുവല്ലൂന ദുബർ. പിന്തിരിഞ്ഞവർ ഓടുക തന്നെ ചെയ്യും. ഈ ആയത്തിറങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് മക്കയിൽ നിന്നും ഹിജറ പോകുന്നതിൻ്റെ 5 വർഷം മുമ്പാണ്. ആ സമയത്ത് മക്കയിലെ മുസ്ലിങ്ങൾക്ക് ഈ ആയത്ത് ഉൾക്കൊള്ളാനേ പറ്റില്ല. കാരണം പീഡനം അവർ പല നിലയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലടക്കം സല്ലല്ലാഹു അലൈഹി വസല്ലം ചുട്ടുപൊഴുത്ത മണലിൽ മലർത്തിക്കിടത്തി വലിയ പാറക്കല്ല് നെഞ്ചിൽ കയറ്റി വച്ച് ചാട്ടവാർ കൊണ്ട് അടിച്ച് മൃത രീതിയിലാക്കുന്നു പാവപ്പെട്ട മുസ്ലിങ്ങളെ. ബിലാൽ ഇബ്നു റബാഹ്, അമ്മാർ ഇബ്നു യാസിർ, സുമയ്യ ബിൻത് ഖയ്യാദ്, ഇങ്ങനെയുള്ള ഒരുപാട് അനവധി പാവപ്പെട്ട മുസ്ലിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ദ് എന്ന ദുഷ്ടൻ പ്രവാചകന്റെ ചാള് പിടിച്ച് മുറുക്കി പ്രവാചകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. സുജൂദിൽ കിടക്കവേ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ മൃഗത്തിൻ്റേത് കൊണ്ടുവന്ന് പ്രവാചകന്റെ ശിരസിലേക്കിട്ട് തല ഉയർത്താൻ പറ്റാതെ വിഷമിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമ പരിശുദ്ധ കഅബത്തിന്റെ അടുക്കൽ വച്ച് ഉച്ചരിച്ചതിന്റെ പേരിൽ മർദ്ദിച്ച് ബോധരഹിതരായി അവർ വീഴുന്നു. 3 വർഷമായി വെള്ളമില്ല, ഭക്ഷണമില്ല, ഇലകൾ മാത്രം ഭക്ഷിച്ച് ഷേബ് അബീ താലിബിൽ അവർ താമസിക്കുന്നു. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് എത്തോപ്യയിലേക്ക് തൻ്റെ കൂടെയുള്ള ആളുകളെ പറഞ്ഞയക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടി. ഈ അവസ്ഥയിലാണ് ഈ ആയത്ത് അള്ളാഹു പറയുന്നത്, സയുഹ്സമുൽ ജംഉ വയുവല്ലൂന ദുബുർ. പ്രവാചകരെ, മുസ്ലിങ്ങളെ, ഈ സൈന്യത്തെ ആട്ടി ഓടിക്കപ്പെടുക തന്നെ ചെയ്യും, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഇന്നും നിലനിൽക്കുന്നു അള്ളാഹുവിൻ്റെ ഈ തീരുമാനവും ഈ വാക്കും. ഈ ദുഷ്ടന്മാർ അവരെ പിടികൂടുക തന്നെ ചെയ്യും, അവരെ കൈകാര്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുബാറക്കായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധ ദിവസം ആയുധമേന്തി ധീരമായി പോരാടി. അപ്പോഴാണ് സഹാബികൾ പറഞ്ഞത്, അള്ളാഹു അന്ന് 7 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പുലർന്നത് ഇന്നാണ്. 80 വർഷമായി ഇവ പീഡിപ്പിക്കുന്നു, ഇൻഷാ അല്ലാഹ് പുലരും. നാമും വ്യത്യസ്തങ്ങളായ നിലയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇൻഷാ അല്ലാഹ് പുലരണം. നമുക്കും അനുകൂലമായ തീരുമാനങ്ങൾ. ഒന്നേ വഴിയുള്ളൂ, ആകാശത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടാൻ മുട്ടിക്കൊണ്ടേയിരിക്കുക, മുട്ടുന്ന കൈ ശുദ്ധമാക്കുക, പറയുന്ന നാവ് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊണ്ട് ധന്യമായതാവുക. തീർച്ചയായും മറുപടി ലഭിക്കും.
പിന്നീട് നമുക്ക് ചെയ്യാനുള്ള ബഹിഷ്കരണ പരിപാടികൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു കാരണവശാലും ഒരു ഉൽപ്പന്നവും നാം വാങ്ങില്ലെന്ന്, നമ്മുടെ മരണം വരെ അങ്ങനെ ഉണ്ടാകില്ലെന്ന്, നമ്മുടെ മക്കളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കില്ലെന്ന് നാം ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ലക്ഷക്കണക്കിന് കോടി രൂപ ഓരോ ദിവസവും ആ ചെന്നായ്ക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതെ വരുന്ന അവസ്ഥയുണ്ടായാൽ ക്രൈസ്തവ രാജ്യങ്ങളിൽ മിക്കതും തീരുമാനമെടുത്തു കഴിഞ്ഞു. സഹോദരങ്ങളെ, നാമും ആ ഒരു തീരുമാനമെടുക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. وَإِذَا أَرَدْنَا أَن نُهْلِكَ قَرْيَةً أَمَرْنَا مُتْرَفِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَاهَا تَدْمِيرًا. ഒരു നാടിനെ നാം തകർത്ത് കളയാൻ തീരുമാനിച്ചാൽ അവിടെയുള്ള നേതാക്കന്മാരോടും സുഗലോലുപന്മാർക്കും നാം കൽപ്പന കൊടുക്കും. അവരങ്ങനെ മതിമറന്ന് അറമാദിച്ചങ്ങനെ ജീവിക്കും. അപ്പോഴാ നമ്മുടെ തീരുമാനം വരും, എല്ലാം തകർത്ത് ഒറ്റയടിക്ക് നാം നശിപ്പിക്കും. അതുകൊണ്ട് അള്ളാഹു ഇത് മുമ്പേ പറഞ്ഞതാണ്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിരവധി ആയത്തുകളിലൂടെ നമുക്കത് കാണാൻ കഴിയും. ആ ഒരു തീരുമാനത്തെ നാം പ്രതീക്ഷിക്കുന്നു. അള്ളാഹു ആ സഹോദരങ്ങൾക്കും നമുക്കും എല്ലാ നിലയിലുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും സ്നേഹവും ധൈര്യവും ഫ്രീഡവും ഒക്കെ നൽകി അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ. അവർക്ക് എത്രയും പെട്ടെന്ന് അവർ പിറന്ന രാജ്യത്ത് സമാധാനത്തോടെ അള്ളാഹുവിനെ അനുസരിച്ച് പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവരിൽ നിന്നും ഷഹീദായ മുഴുവൻ രക്തസാക്ഷികൾക്കും ശുഹദാഇൻ്റെ ഉന്നതമായ പ്രതിഫലം നൽകി അവരെ അള്ളാഹു കബൂലാക്കട്ടെ. അവരിൽ നിന്നും രോഗികളായി മുറിവ് പറ്റിയവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശമനവും ശിഫയും നൽകി അനുഗ്രഹിക്കട്ടെ. അവരിൽ നിന്നുള്ള ധീര യോദ്ധാക്കൾക്ക് അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൽ നിന്നുള്ള സൈന്യങ്ങളെയും കൊണ്ട് അള്ളാഹു അവരെയും സഹായിക്കട്ടെ. ഒരത്യാവശ്യ കാര്യം, ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വെള്ളിയാഴ്ച